കോഴിക്കോട് മലാപ്പറമ്പിലെ വേദവ്യാസ സ്കൂളിൽ നിന്നും കാണാതായ 13-കാരനായ തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ബീഹാർ സ്വദേശിയായ സൻസ്കാർ കുമാർ കേരളം വിട്ടുവെന്നാണ് സൂചന. ഹോസ്റ്റലിൽ നിന്നും അതിസാഹസികമായി കുട്ടി പുറത്തുവന്നു. സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ എം ജ്യോതിഷൻ 24നോട് പറഞ്ഞു. അഭിജിത്ത് മുഴക്കുന്നു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മലാപ്പറമ്പിലുള്ള വേദവ്യാസ സ്കൂളിൽ നിന്ന് ബീഹാർ സ്വദേശിയായ സൻസ്കാർ കുമാർ എന്ന 7ാം ക്ലാസ്സുകാരനെ കാണാതാകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സ്കൂളിലെ പ്രിൻസിപ്പൽ ചേരുന്നുണ്ട്. സർ, എങ്ങനെയാണ് ഈ കുട്ടി ഹോസ്റ്റലിൽ നിന്നാണോ കുട്ടിയെ കാണാതാകുന്നത്? അതെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ തൊട്ട് പുറത്തായിട്ട് നമുക്ക് ബോയ്സിൻ്റെ ഒരു ഹോസ്റ്റലുണ്ട്. നമ്മൾ ഹൗസ് വൈസാണ് ഹോസ്റ്റൽ. അപ്പോൾ ആ ഒരു ഹൗസിൽ 26 കുട്ടികൾ ആ ഹോസ്റ്റലിലുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 12 മണി വരെ പരീക്ഷ നടക്കുന്നതായതുകൊണ്ട് 12 മണി വരെ അവരൊരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൂമിൽ നിന്ന് മാറി ചൂടാണ് എന്ന് പറഞ്ഞിട്ട് ഹാളിൽ കിടന്നിരുന്നു. പിന്നെ നമ്മൾ പുലർച്ചെയാണ് സത്യത്തിൽ ഈ രാവിലെ 5 മണിക്ക് റോൾ കോൾ സമയത്താണ് അവനവിടെ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായത്. നമുക്ക് എന്തെങ്കിലും CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഈ കുട്ടി പുറത്തു കടന്നത്? അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നമ്മളതിൽ അവൻ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് 2 പേരെ വിളിച്ചുണർത്തിയിട്ട് അവരോട് ബൈ പറഞ്ഞിട്ടാണ് പോയത്. അവർ പോകാതിരിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. പക്ഷെ അവർ ഭയന്നിട്ട് വാർഡനോട് പറയാതിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മുടെ അവിടെ ഒരു ഗ്രില്ല് 3 ഗ്രില്ലുണ്ട് വിൻഡോവിന്. ആ വിൻഡോയിൽ ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഓപ്പൺ ചെയ്താലും പുറത്ത് സ്ലൈഡിംഗ് ഡോറുണ്ട്. ആ സ്ലൈഡിംഗ് ഡോറിൻ്റെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇയാൾ കുറച്ചുകൂടെ നല്ല ഫിസിക്കാണ്, ഒരു സ്റ്റോഞ്ച് ഫിസിക്കാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതിനുള്ളിലൂടെ പുറത്ത് പിന്നെ നമ്മുടെ ആസ്പെറ്റോസ് ഷീറ്റാണ്. ആ ഷീറ്റിലൂടെ നടന്ന് ഈ വശത്ത് CCTVയുടെ ഒരു കൂട്ടം വയറുകളുണ്ട്. ആ വയറിലൂടെ താഴത്തേക്ക് അങ്ങനെ റോപ്പ് ക്ലൈംബിംഗ് പോലെ ഇറങ്ങിയിട്ട് പോയി എന്നാണ് കുട്ടികൾ പറഞ്ഞ വിവരം. പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഒരു വിവരം അതാണ്. റോഡിൽ ഫുട്പാത്തിലുള്ളൊരു ഫുട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് വിദ്യാലയത്തിൻ്റെ മുന്നിലൂടെയല്ല പോയത്, വേറൊരു വഴിയിലൂടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൻ്റെ ഫുട്ടേജ് അത് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും പിന്നീട് ആ ദിവസം തന്നെ അയാൾ പാലക്കാട് എത്തിയതും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലുള്ളതായിട്ടുള്ള ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. പാലക്കാടിൽ നിന്നും എങ്ങോട്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ കമ്മീഷണറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് സേനയിൽ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്നും ഏതൊക്കെ സ്ഥലത്തേക്ക് പോകാൻ സാധ്യതകളുണ്ടോ അതെല്ലാം വെച്ചുകൊണ്ട് വിവിധ വശത്തേക്ക് വിവിധ ഗ്രൂപ്പുകളായിട്ട് അതിൻ്റെ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഏതായാലും കുട്ടിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് പാലക്കാട് വരെ എത്തി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.